സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനാണെങ്കിൽ പ്രഭാവതിയോട് താൻ ഒരു കൊലയാളിയാണെന്നും ഋഷിയെ കൊന്നു എന്നുള്ള ഒരു സത്യം കൂടി തുറന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രഭാവതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. മോനെ നീ ഇതെന്തൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മയെ അപമാനിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഇല്ലാതാക്കിയെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഇനി നീ ഒരക്ഷരം മുണ്ടി പോകരുത്, നീ ചെയ്ത് തെറ്റോ ശരിയോ അതെനിക്ക് അറിയേണ്ടതില്ല, പക്ഷേ എനിക്ക് എൻ്റെ മോനെ രക്ഷിച്ചേ മതിയാകും. നീ ചെയ്തത് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മയ്ക്ക് വേണ്ടി എന്തിനാടാ നീ നിൻ്റെ ജീവിതം കളഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. പക്ഷേ നീ ഇനി പേടിക്കേണ്ട, നിന്നോടൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും പ്രഭാവതിയുടെ മടിയിൽ നന്ദനാണെങ്കിൽ ആകെ ഒരു സുരക്ഷിതത്വം എന്നുള്ള രീതിക്ക് കിടക്കുന്നുണ്ട്. അവിടേക്ക് ദേവിക വരുന്നുണ്ട്. ദേവികയാണെങ്കിൽ നന്ദു നിനക്ക് ഇതുപോലെയൊരു അമ്മയില്ലേ എന്നൊക്കെ ചോദിച്ച് നന്ദനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് രാവിലെ തന്നെ ബെഡ് കോഫിയുമായിട്ട് പ്രഭാവതിയാണെങ്കിൽ നന്ദൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പോലെ ഇനി നീ ഇതുപോലെ ആവരുത്, കമ്പനിയിലേക്ക് പോകണം, നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അമ്മ ഇരിക്കുക, ഈ പോലീസ് എന്ന് പറയുന്നവർക്ക് ഒരു തുമ്പ് പോലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ആ കൊല ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു തെളിവ് തന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അത് ഉള്ള കാലത്തോളം ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും, എപ്പോൾ വേണമെങ്കിലും ഞാൻ അകത്താകാം, നീ അതൊന്നും ചിന്തിക്കരുത്, ഋഷിയെ കൊന്നത് നീയല്ല എന്നുള്ള രീതിക്ക് നടന്നാൽ മതി, അവന് ബോഡിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അവൻ്റെ കൊലപാതകം തെളിയിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ നീ എന്തിനാ പേടിക്കുന്നേ, ഒരു കയ്യബദ്ധം അത്രമാത്രം എന്ന് കരുതിയാൽ മതി, വെറുതെ നിന്റെ ജീവിതം കളയാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതിയാണെങ്കിൽ സംസാരിക്കുന്നു. അങ്ങനെ ദേവികയാണെങ്കിൽ ഈ സമയം കുളിക്കാനായിട്ട് കയറിയിരിക്കുകയാണല്ലോ. അവളാണെങ്കിൽ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വരികയാണ്. അല്ല എന്താ നിങ്ങൾ ഋഷിയെക്കുറിച്ച് സംസാരിക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെ രണ്ടുപേരുടെയും പരിങ്ങിൽ കണ്ടിട്ട് ദേവിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുകയാണ്. നന്ദു സത്യം പറയേ, അമ്മ എന്തപ്പോൾ സംസാരിച്ചു? അങ്ങനെ അവിടെ നിന്ന് പ്രഭാവതി പോകുന്നുണ്ട്. ഒന്നുമില്ല ദേവി, ഞങ്ങൾ ഋഷിയെ കാണാതായതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സത്യം തന്നെയാണോ? എന്തോ കൊലപാതകം എന്നൊക്കെ പറയുന്നത് കേട്ടും ഒന്നുമില്ല. അങ്ങനെ ദേവിക്കാണെങ്കിൽ ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നുകയാണ്. പിന്നീട് അരുന്ധതിയിൽ നിന്നുള്ള പ്രഷറും അതുപോലെ മന്ത്രിതലത്തിൽ നിന്നും എല്ലാവിടെ നിന്നുള്ള പ്രഷർ കാരണം കൊണ്ട് തന്നെ ദേവി പോലീസുകാരോട് പറയുന്നുണ്ട്, വളരെ ശക്തമായി തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കണം, ഒരു പഴുതുപോലും വിടാതെ വേണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ ചോദ്യം ചെയ്യുന്നതിലും പരമാവധി ചോദ്യം ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഒരു തുമ്പ് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നൊക്കെ. ഈ സമയം സിദ്ധാർത്ഥം പറയുകയാണ്, ഞങ്ങൾ ചന്ദ്രോത്തുകാർ സത്യത്തിൻ്റെ പാതയിൽ മാത്രമേ നടക്കാറുള്ളൂ, പിന്നെ ദേവിക അവൾ ഒരിക്കലും ചതിയിൽ കൂട്ടു നിൽക്കില്ല, അതുകൊണ്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് തെളിയിച്ചിരിക്കുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ഈ ഒരു ത്യാഗരാജന് ബോധം വരുന്ന സമയത്ത് അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്, നീ എന്തിനാ ദേവികയെ കൊല്ലാൻ വേണ്ടി നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുകയാണ്, ചേച്ചി അറിഞ്ഞതും പറഞ്ഞതൊക്കെ തന്നെ ശരിയാണ്, പക്ഷേ എനിക്ക് ചന്ദ്രോത്തുകാരോട് തീർത്ത തരുന്ന പകയുണ്ട്, നമ്മുടെ 2 ജീവനങ്ങളും എടുത്തത് അവരാണ്, അതുകൊണ്ട് അവരെ ഇല്ലാതാക്കണം, എനിക്ക് എൻ്റെ മീരമ്മളുടെ മരണമൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ മര്യാദയ്ക്ക് നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കണം, ഇനി മേലൽ ദേവികയെയോ ചന്ദ്രോത്ത് കുടുംബത്തെയോ തൊടാൻ പോലും നിൽക്കരുതെന്നൊക്കെ പറയുകയാണ്. പിന്നീട് അരുന്ധതിയാണെങ്കിൽ ചന്ദ്രോത്തുകാർക്ക് നേരെയാണ് സംശയം മുന്നോട്ട് വയ്ക്കുന്നത്. ശക്തമായി തന്നെ അവർ രംഗത്ത് ഇറങ്ങുകയാണ്. ഈ സമയം ചന്ദ്രമതി പ്രഭാവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ കണ്ടൊന്ന് സംസാരിക്കണം, ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ എന്തിനാണ് അവൾ വലിച്ചഴിക്കുന്നത്, അതുകൊണ്ട് വീട്ടിൽ ചെന്ന് സംസാരിക്കണം പ്രഭാവതി, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയോട് പറയുമ്പോൾ പ്രഭയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. കാരണം തൻ്റെ മകൻ തെറ്റ് ചെയ്തു കഴിഞ്ഞു, അവനാണ് ഋഷി അപായപ്പെടുത്തിയിരിക്കുന്നത്, ആരോടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പ്രഭാവതി നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അരുന്ധതിയെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും പ്രഭാവതിക്ക് ആവില്ല, ഒരേ ഒരു മകനെ കൊന്ന പ്രതിയുടെ അമ്മയാണ് താൻ, അതുകൊണ്ട് തന്നെ ചന്ദ്രമതി പറയുന്നതൊക്കെ തന്നെ പ്രഭാവതി ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ കിടന്ന എപ്പിസോഡ്സ്